മൂന്നാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ ഒന്നാമത്തെ പാഠഭാഗമായ ടെൻഡർ ടച്ചിലെ ആക്ടിവിറ്റീസാണ് നോക്കുന്നത്. ആക്ടിവിറ്റി 3 പേജ് നമ്പർ 22 ആക്ടിവിറ്റി 3 ലെറ്റ്സ് ഡിസ്കസ്. വാട്ട് ഡസ് യുവർ മദർ ഡു അറ്റ് ഹോം? എന്താണ് നിങ്ങളുടെ അമ്മ നിങ്ങളുടെ വീട്ടിൽ ചെയ്യാറുള്ളത്? വാട്ട് ഡസ് യുവർ ഫാദർ ഡു അറ്റ് ഹോം? എന്താണ് നിങ്ങളുടെ അച്ഛൻ ചെയ്യാറുള്ളത്? ഡു യു ഹെൽപ്പ് യുവർ പാരൻസ്? നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാക്കളെ സഹായിക്കാറുണ്ടോ? ഹൗ? ഉണ്ടെങ്കിൽ എങ്ങനെയൊക്കെയാണ്? അപ്പം ഇവിടെ ഫാദർ അതുപോലെ മദർ എന്തൊക്കെ വർക്കുകളാണ് നമ്മളുടെ വീട്ടിൽ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓരോ വീട്ടിലും അച്ഛനും അമ്മയും ചെയ്യുന്ന ജോലികൾ പല രീതിയിലുള്ളതായിരിക്കാം. എങ്കിലും പൊതുവായിട്ട് അവർ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ഉപയോഗിക്കാം. ഫാദർ ഡു അറ്റ് ഹോം, അച്ഛൻ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. ക്ലീൻസ് ദ കാർ, കാറ് വൃത്തിയാക്കും. വാട്ടേഴ്സ് പ്ലാന്റ്സ്, ചെടി നനയ്ക്കും. ഫീഡ്സ് പെറ്റ്സ്, വീട്ടിൽ വളർത്തുമൃഗങ്ങളുണ്ടെങ്കിൽ അവയ്ക്ക് ഭക്ഷണം കൊടുക്കും. ഹെൽപ്സ് കുക്കിംഗ്, പാചകത്തിൽ സഹായിക്കും. കട്ട്സ് വെജിറ്റബിൾസ്, പച്ചക്കറികൾ കഷ്ണങ്ങളാക്കും. ഹെൽപ്സ് ഗ്രാൻഡ് പാരൻസ്, മുതിർന്നവരെ സഹായിക്കും. അതുപോലെ മദർ ഡു അറ്റ് ഹോം, മദർ അമ്മ ചെയ്യുന്ന കാര്യങ്ങളാണ്. കുക്കിംഗ് പാചകം. സ്വീപ്സ് ദ ഫ്ലോർ, നിലം വൃത്തിയാക്കും. വാഷസ് പ്ലേറ്റ്സ്, പ്ലേറ്റുകൾ കഴുകും. കോംസ് ഹെയർ, മുടി ചീകും. വാഷസ് ക്ലോത്ത്സ്, വസ്ത്രങ്ങൾ അലക്കും. ക്ലീൻസ് റൂംസ്, റൂമുകൾ വൃത്തിയാക്കും. ഫീഡ്സ് ബേബീസ്, ചെറിയ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കുറച്ച് എഴുതിയിട്ടുള്ളത്. ഇനിയും ഒരുപാട് ജോലികൾ ചെയ്യുന്നുണ്ടാവും. അത് കണ്ടെത്തി നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ എഴുതുക. ഇനി ആക്ടിവിറ്റി 4 റൈറ്റ് സഷാസ് തോട്ട്സ്, സഷയുടെ ചിന്തകൾ എഴുതാനാണ് പറയുന്നത്. സഷ ഓഫേർഡ് ആൻ ഉണ്ണിയപ്പം ടു ദ ഗേൾ, സഷ ആ പെൺകുട്ടികൾക്ക് ഒരു ഉണ്ണിയപ്പം കൊടുത്തു. ബട്ട് ദ ഗേൾ റാൻ എവേ വിത്തൗട്ട് ആക്സെപ്റ്റിംഗ് ഇറ്റ്, പക്ഷേ ആ പെൺകുട്ടി അത് സ്വീകരിക്കാതെ ഓടിപ്പോയി. വാട്ട് കുഡ് ബി സഷാസ് ഫീലിങ്സ്, ആ സമയത്ത് സഷയ്ക്കുണ്ടായ ഫീലിങ്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഒരു ഉദാഹരണം എഴുതിയിട്ടുണ്ട്. വൈ ഡിഡിൻറ്റ് ദ ഗേൾ ടേക്ക് ഉണ്ണിയപ്പം? അപ്പം ആ സമയത്ത് അവൾ ആ പെൺകുട്ടിയെക്കുറിച്ച് ചിന്തിച്ച സംഭവങ്ങളാണ് എഴുതേണ്ടത്. വൈ ഡിഡിൻറ്റ് ദ ഗേൾ ടേക്ക് ഉണ്ണിയപ്പം? എന്തുകൊണ്ടാണ് ആ പെൺകുട്ടി ഉണ്ണിയപ്പം എടുക്കാഞ്ഞത്? വാസ് ഷീ നോട്ട് ഹാംഗ്രി, അവൾക്ക് വിശപ്പില്ലേ? ഷീ ലുക്സ് ലൈക്ക് എ പുവർ ഗേൾ, അവളൊരു പാവപ്പെട്ട പെൺകുട്ടിയാണെന്ന് തോന്നുന്നു. ഹെർ ഡ്രസ് ഈസ് ടോൺ, അവളുടെ ഡ്രസ്സ് മുഴുവൻ കീറിപ്പറഞ്ഞതാണ്. വൈ ഡിഡിൻറ്റ് ഹെർ മദർ കോംബ് ഹെർ ഹെയർ, എന്തുകൊണ്ടായിരിക്കാം അവളുടെ അമ്മ അവളുടെ മുടി ചീക്കി കൊടുക്കാത്തത്? വൈ ഈസിൻറ്റ് ഷീ അറ്റ് സ്കൂൾ, എന്തുകൊണ്ടാണ് അവൾ സ്കൂളിലെത്താത്തത്? വേർ ഈസ് ഹെർ ഹൗസ്, എവിടെയായിരിക്കാം അവളുടെ വീട്? ഇതൊക്കെയാണ് സഷ ആ സമയത്ത് ചിന്തിച്ചത്. അപ്പോൾ സഷയുടെ ആ ചിന്തയാണ്, ആ കുട്ടിയെക്കുറിച്ചുള്ള ചിന്തയും അതുപോലെ ഉണ്ണിയപ്പം എടുക്കാതെ കുട്ടി ഓടിയപ്പോൾ ആ സഷക്കുണ്ടായ ഫീലിങ്സുമാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇനി പേജ് നമ്പർ 23 ആക്ടിവിറ്റി 5 ഉണ്ട്. സഷ ടോൾഡ് അനു ടീച്ചർ എബൌട്ട് കവിത, സഷ അനു ടീച്ചറോട് ഈ കവിതയെക്കുറിച്ച്, ഈ ഗേളിനെ കുറിച്ച് പറഞ്ഞു. റൈറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ സഷ ആൻഡ് ഹെർ ടീച്ചർ, ആ പറഞ്ഞ കോൺവെർസേഷൻ എഴുതാനാണ് പറയുന്നത്, ആ സംഭാഷണം. അപ്പോൾ അവിടെയുണ്ട് ടീച്ചർ ഓൺ അവർ വേ ഹോം വി സോ എ ഗേൾ, ടീച്ചറോട് പറയണം, ടീച്ചർ ഞങ്ങൾ പോകുന്ന വഴിയിൽ ഞങ്ങൾ ഒരു പെൺകുട്ടിയെ കണ്ടു. അപ്പോൾ ബാക്കിയുള്ളത് അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ടീച്ചർ ചോദിക്കുകയാണ് വിച്ച് ഗേൾ, ഏത് ഗേള്? അപ്പോൾ സഷ പറയാണ് എ പുവർ ഗേൾ, ഐ സോ ഹെർ ഇൻ ഫ്രണ്ട് ഓഫ് അവർ ക്ലാസ് റൂം ടുഡേ മോർണിംഗ് ടു, ആ ഒരു പാവപ്പെട്ട പെൺകുട്ടിയാണ്. ഐ സോ ഹെർ ഇൻ ഫ്രണ്ട് ഓഫ് അവർ ക്ലാസ് റൂം, നമ്മുടെ ക്ലാസ് റൂമിന് മുന്നിൽ കണ്ടിട്ടുണ്ട്. ടുഡേ മോർണിംഗ് ടു, ഇന്ന് രാവിലെയും കൂടി കണ്ടിട്ടുണ്ട്. അപ്പോൾ ടീച്ചർ ഓ വാട്ട് ഈസ് ഹെർ പ്രോബ്ലം, അവളുടെ പ്രോബ്ലം എന്താണ്, അവളുടെ പ്രശ്നം എന്താണ്? അപ്പോൾ സഷ പറയാണ് ഷീ ഹാസ് വെരി ഇൻട്രസ്റ്റ്
ഇൻ കമ്മിങ് ടു സ്കൂൾ ആൻഡ് സ്റ്റഡിങ്. അവൾക്ക് നല്ല താല്പര്യമുണ്ട് സ്കൂളിലേക്ക് വരാനും പഠിക്കാനും. ബട്ട് പക്ഷേ ദേ ആർ വെരി പുവർ ഫാമിലി. അവൾ വളരെ ദാരിദ്ര്യം പിടിച്ച പാവപ്പെട്ട ഫാമിലിയാണ്. അതിന് ബാക്കി അവിടെ തന്നിട്ടുണ്ട്. ഡോണ്ട് വെറി, അവർ ഹെഡ് മാസ്റ്റർ ഈസ് ഔട്ട് ഓഫ് സ്റ്റേഷൻ ടുഡേ, ലെറ്റ് മീ കോണ്ടാക്ട് ഹിം. വിഷമിക്കേണ്ട, ഡോണ്ട് വെറി, വിഷമിക്കേണ്ട, നമ്മുടെ ഹെഡ് മാസ്റ്റർ ഇന്ന് സ്ഥലത്തില്ല, പുറത്താണ്. ലെറ്റ് മീ കോണ്ടാക്ട് ഹിം, നമുക്ക് അദ്ദേഹവുമായി ബന്ധപ്പെടാം എന്നാണ് പറയുന്നത്.